ഒരു പ്രധാന വാർത്തയിലേക്ക്. തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് വാതക ചോർച്ച ട്രെയിൻ ആലുവ സ്റ്റേഷനിൽ നിർത്തിയിട്ടു. യാത്രക്കാരെ മറ്റൊരു ബോഗിയിലേക്ക് മാറ്റി. വിവരങ്ങളുമായി AT അശ്വതിയുണ്ട്. അശ്വതി, എന്താണ് സംഭവിച്ചത്? വാതക ചോർച്ചയാണ്. എന്താണ് ഇപ്പോഴത്തെ അന്തരീക്ഷം? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിദ്യ, ഇതിൽ വാതക ചോർച്ച, അതായത് AC-യിൽ നിന്നുള്ള വാതക ചോർച്ച ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. യാത്രക്കാരെ മറ്റൊരു ബോഗിയിലേക്ക് മാറ്റുകയായിരുന്നു. C5 കോച്ചിലാണ് AC ഗ്യാസ് ചോർന്നത്. ആർക്കും ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഇല്ല. ഇവിടെ കളമശ്ശേരിയിൽ നിന്നും ആലുവയിലേക്ക് പോകുന്ന ആ സമയത്താണ് ഈ ട്രെയിനിൽ ഇത്തരത്തിലുള്ള ഒരു പുക കാണുകയും ആളുകൾ പരാതി പറയുകയും ചെയ്തത്. യാത്രക്കാർ പരാതി പറയുകയും ചെയ്തത്. തുടർന്ന് ട്രെയിൻ ആലുവ സ്റ്റേഷനിൽ നിർത്തിയിടുകയായിരുന്നു. ഏകദേശം ഒരു 23 മിനിറ്റോളം ആലുവ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയിട്ട് ഇതിന്റെ തകരാറുകൾ പരിഹരിച്ചു. ഇപ്പോൾ പ്രശ്നം പരിഹരിച്ച ഈ ട്രെയിൻ പുറപ്പെട്ടിട്ടുണ്ട്. ട്രെയിൻ അങ്കമാലി കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ കൃത്യമായ കാരണത്തിൽ ഒരു വ്യക്തതയില്ല. പക്ഷേ അത് ഉടൻ തന്നെ അതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വരും എന്നാണ് മനസ്സിലാക്കുന്നത്. യാത്രക്കാരാണ് ഇത്തരത്തിൽ ഒരു വാതക ചോർച്ച കാണുകയും പുക കാണുകയും വളരെ പെട്ടെന്ന് തന്നെ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്. ഉടൻ തന്നെ സാങ്കേതിക വിദഗ്ധരെത്തി അത് പരിഹരിക്കുകയാണ് ചെയ്തത്. ആലുവ സ്റ്റേഷനിൽ നിർത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചത്. പക്ഷെ ആർക്കും തന്നെ ഇതിൽ ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഇല്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ആളുകളെ ഈ C5 കോച്ചിലാണ് AC ഗ്യാസ് ചോർന്നത്. അവിടെ ഉണ്ടായിരുന്ന ആളുകളെ ഉടൻ തന്നെ അടുത്ത ബോഗിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. എന്തായാലും ഇപ്പോൾ വീണ്ടും യാത്ര ആരംഭിച്ചിട്ടുണ്ട് വിദ്യ. അശ്വതി, AC ഗ്യാസ് അല്ലെങ്കിൽ ആ ഒരു വാതകം ചോരുന്നു എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സംഭവമല്ല. ഒരു പക്ഷേ അത് ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകാൻ നമ്മൾ പലപ്പോഴും ഇതിനു മുൻപും വാർത്തകളിൽ നമ്മൾ തന്നെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്, ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് വളരെ ചെറിയൊരു വിഷയമല്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു, അശ്വതി സൂചിപ്പിച്ചു, കൂടുതൽ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ ഒരുപക്ഷേ സാങ്കേതിക വിദഗ്ധർ എത്തണമെന്ന്. എങ്കിൽ പോലും എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്? സാങ്കേതിക വിദഗ്ധർ ഇവിടെ സ്ഥലത്തെത്തി ഇതിന്റെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. ഈ സംവിധാനം ട്രെയിൻ ആലുവയിൽ നിർത്തിയിട്ടതിന് ശേഷം റീസെറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് വീണ്ടും പുറപ്പെട്ടത്. കാസർഗോഡ് പോകുന്ന ട്രെയിനാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. പുക ഉയരുന്നത് തിരിച്ചറിയാനുള്ള സംവിധാനം വന്ദേ ഭാരതിലുണ്ട്. ഇത് നിലവിൽ ഒരു യാത്രക്കാരൻ സിഗരറ്റ് വലിച്ചതാകാം എന്നുള്ളൊരു ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇതിൽ റെയിൽവേ പോലീസ് ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ട്രെയിനിന്റെ സ്മോക്ക് ഡിറ്റക്ടർ പ്രവർത്തിച്ച് ട്രെയിൻ തനിയെ നിൽക്കുകയാണ് ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. കളമശ്ശേരി പിന്നിടുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. എന്തായാലും റെയിൽവേ പോലീസ് ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു പുക വലിച്ചു എന്നുള്ള ഒരു ആരോപണം ഉയർന്ന ഒരു സാഹചര്യത്തിൽ ഈ യാത്രക്കാരനെ കണ്ടെത്താനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് വിദ്യ. ശരി അശ്വതി, വ്യക്തമാണ്. തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരതിൽ വാതക ചോർച്ച ട്രെയിൻ ആലുവ സ്റ്റേഷനിൽ നിർത്തിയിട്ടു. യാത്രക്കാരെ മറ്റൊരു ബോഗിയിലേക്ക് മാറ്റിയ ശേഷം പ്രശ്ന പരിഹാരത്തിന് ശേഷം വീണ്ടും ട്രെയിൻ യാത്ര തുടരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ട്രെയിൻ അങ്കമാലി പിന്നിട്ടിട്ടുണ്ട്. നിലവിൽ സാഹചര്യങ്ങളെല്ലാം ശാന്തമാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഒരു യാത്രികൻ ഒരുപക്ഷെ സിഗരറ്റ് വലിച്ചതിൻ്റെ ഫലമായുള്ള പുകയാണ് എന്നും അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട്. റെയിൽവേ പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ട്. വിശദമായ വാർത്തകൾ പിന്നീട് ലഭ്യമാകും. വിശദാംശങ്ങളുമായി ചേർന്നത് AT അശ്വതിയാണ്.